ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്നു. ഇന്നലെ 75,000-ലധികം ഭക്തന്മാർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയ തീർത്ഥാടകരുടെ എണ്ണം ഇന്നലെ 15,000 കടന്നു. പരമ്പരാഗതമായ കാനന പാത വഴി സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. YS അഭിനന്ദ് ശബരിമലയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അഭിനന്ദ്, സന്നിധാനത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് SK. സന്നിധാനത്ത് എന്തായാലും അതിന്റെ മണ്ഡലകാലം അതിന്റെ 25-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തീർത്ഥാടകരുടെ എണ്ണം ഇന്നലത്തെ ഇതിനൊക്കെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ആയപ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണം 25,000 ഇതിനോടകം തന്നെ കടന്നു. ഇന്നലെ അത് 87,126 ആയിരുന്നു ഭക്തജനങ്ങളുടെ എണ്ണം. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു നേരിയ കുറവ് ഉണ്ടായിരുന്നു എന്നത് പോലീസ് അടക്കം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പോലീസ് സേന അടക്കം വിന്യസിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നു എന്നതാണ് ഏറ്റവും പറയേണ്ട ഒരു കാര്യം. പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. പ്രധാനമായും ഇന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു ജാഗ്രതാ നിർദ്ദേശം, തീർത്ഥാടകർക്ക് അധികവും എത്തുന്നവർക്കും പനിയും ഒപ്പം തന്നെ മറ്റ് അസുഖങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രായം ചെന്ന തീർത്ഥാടകർ ഇവിടെ എത്തുമ്പോൾ അവർ കഴിക്കുന്ന മരുന്നുകളുടെ അടക്കമുള്ള കുറിപ്പടി കയ്യിൽ കരുതണമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തും എത്തുന്നുണ്ട്. എന്തായാലും തീർത്ഥാടന കാലം അങ്ങനെ സുഗമമായി തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 25 ദിവസമായിട്ടും ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിലടക്കം വർധനമുണ്ടായ ഒരു സുഗമമായ തീർത്ഥാടന കാലം അങ്ങനെ മുന്നോട്ട് പോകുന്നു. SK. അഭിനന്ദ്, അവിടെ ഒരു രാജവെമ്പാലെ പിടികൂടി എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, എവിടെയാണ് ഈ രാജവെമ്പാലെ കണ്ടത്? SK, ഈ തീർത്ഥാടനങ്ങൾ ആരംഭിച്ച് ഇങ്ങോട്ട് പല തരത്തിലുള്ള രാജവെമ്പാല, പെരുമ്പാമ്പ് തുടങ്ങിയതൊക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഇതിനോടകം തന്നെ കാണുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ രാത്രിയോട് കൂടിയാണ് പമ്പ നീലിമല അടിവാരത്തിന് സമീപത്ത് ഒരു രാജവെമ്പാല പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. കരിക്ക് വിൽപ്പനക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. കരിക്ക് വിൽപ്പനക്കാർ ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചങ്ങനെ കൃത്യമായി തന്നെ അത് എത്തി അങ്ങനെ ചാക്കിൽ ഇത് പിടികൂടുന്ന സാഹചര്യമാണ് കാണുന്നത്. നമുക്കത് കാണാൻ സാധിക്കും. ആ ചാക്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചത് പമ്പ ബീച്ച് ഫോറസ്റ്റ് ഓഫീസിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ തീർത്ഥാടന കാലം ആരംഭിച്ച് പെരുമ്പാമ്പ് അങ്ങനെ അതായത് നീലിമലയിലും അപ്പാച്ചിമേട്ടിലും പമ്പയിലും സന്നിധാനത്തും ഒക്കെ ഇതിനോടകം തന്നെ കാണുന്ന സാഹചര്യമാണ് SK ഉള്ളത്. എന്നാൽ രാത്രിയോടുകൂടി ഒരു രാജവെമ്പാലയും പിടികൂടിയിരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു. രാജവെമ്പാല പിടികൂടി എന്ന് പറഞ്ഞ് പേടിക്കണ്ട, അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ.